ഭരണം കൈവിട്ടതോടെ നാലു വഴിക്ക് നിന്നും തിരിച്ചടികളാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്. ഭരണകാലത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള ആനുകൂല്യമൊക്കെ ശരിക്കും ഗുണം ചെയ്തു. പല കേസുകളിലെയും അന്വേഷണം വഴിതിരിച്ചു വിടുകയോ തേച്ചുമാച്ച് കളയുകയോ ചെയ്തു. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ല. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും. അത് സ്വന്തം മകളായാലും ശരി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറെ വിവാദമായ ഒന്നായിരുന്നു മാസപ്പടി കേസ്. പിണറായിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട കേസ്. ചെയ്യാത്ത സേവനത്തിന് വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന IT സ്ഥാപനം CMRL നിന്ന് പ്രതിഫലം വാങ്ങി എന്നാണ് കേസ്. ഇങ്ങനെ പണം നൽകിയത് CMRLൻ്റെ ഉടമയായ കരിമണൽ കർത്തയ്ക്ക് ചില വഴിവിട്ട സഹായങ്ങൾക്ക് വേണ്ടിയാണെന്നാണ് കണ്ടെത്തൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO ആണ് ആദ്യമായി ഇത് കണ്ടെത്തിയത്. ഇതിലെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കേന്ദ്ര ഏജൻസികൾ നേരത്തെ അന്വേഷണം ആരംഭിച്ചിരുന്നു. ED അന്വേഷണത്തിനെതിരെ CMRLും 4 ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ നൽകി. ഇപ്പോൾ ഹർജികളിൽ വാദം പൂർത്തിയായി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. ED അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. കോടതി ഉത്തരവ് വന്നതോടെ ഇനിയിപ്പോൾ കേസിൽ ED അന്വേഷണം ദ്രുതഗതിയിലാകും. CMRL ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ EDക്ക് മുന്നിൽ ഹാജരാകേണ്ടി വരും. കമ്പനിക്കെതിരായ കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളിലാണ് ED അന്വേഷണം നടക്കുന്നത്. IT സേവനങ്ങൾ നൽകാതെ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിക്ക് CMRL 1.72 കോടി രൂപ എന്തിന് നൽകി എന്നതാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. പണം കൈമാറ്റത്തിനു പിന്നിൽ രാഷ്ട്രീയ സ്വാധീനമുണ്ടെന്നാണ് EDയുടെ നിഗമനം. ED അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായും അത് വീണ വിജയനിലേക്കും എത്തും. അങ്ങനെയെങ്കിൽ വീണ വിജയനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലിന് ED വിളിപ്പിക്കാനും സാധ്യതയുണ്ട്. മകൾക്കെതിരായ ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഈ കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പിണറായി വിജയനെ നിയമസഭയിൽ നിർത്തിപ്പൊരിച്ചത് കേരളം മറന്നിട്ടില്ല. ED സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു CMRL കോടതിയെ സമീപിച്ചത്. അന്ന് ഉദ്യോഗസ്ഥർക്കെതിരായ കർശന നടപടികൾ കോടതി തടഞ്ഞിരുന്നു. പക്ഷേ ഒടുവിൽ കോടതി പടിയെടുത്തിരിക്കുകയാണ്. പലർക്കും ചങ്കിടിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കേസിൽ ആരൊക്കെ അകത്തു പോകുമെന്നാണ് കാണേണ്ടത്.